എവിടായിരുന്നു? ഞാൻ അടുക്കളയില്. എന്തോന്ന് ഇത്ര അടുക്കളയിൽ മലമറിക്കുന്ന പണി? നീ വിളിച്ച കാര്യം പറ. ലച്ചു, മുറിയിലുണ്ടായിരുന്ന എന്റെ തൊപ്പി കാണുന്നില്ല. എടി, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ തൊപ്പി മുറി വെച്ചിരുന്നത് കാണുന്നില്ല. ഇച്ചിരി കൂടിയ തൊപ്പിയാ, അത് കോസ്റ്റ്ലി. അതുകൊണ്ട് ആരാ പോയത്? അതുകൊണ്ട് നിന്റെ അനിയൻ പോയി കാണും. ഞാൻ ആ തൊപ്പി പൊന്നുപോലെ നോക്കുന്ന എത്ര വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന അറിയോ? വിളിച്ചിട്ടാണ് ഫോൺ കൊടുക്കണില്ല ഇപ്പൊ. അളെ പേടിക്കണ്ട, അവൻ വണ്ടി ഓടിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. വരും, കൊണ്ടുവരും. സിധു, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ ഞങ്ങളുടെ അടുത്ത് ചാടി കടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കേശു നിന്റെ സാധനങ്ങൾ എടുക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് അവന്റെ മുഖത്ത് നോക്കി പറ. അളിയാ, ഇനി മേല എന്റെ സാധനങ്ങൾ എടുക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നങ്ങ് പറ. എടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് എടുത്തൂടെ? ഇത് ചുമ്മാ ചോദിക്കാതെ ഇങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്താ മോനെ പ്രശ്നം? കേശുവിന്റെ ഓരോ കാര്യം അമ്മൂമ്മ. അളയന്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതൊന്നും എടുത്ത് വെച്ചോണ്ട് പോയത്ര. ഈ ചെറുക്കന്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും ഇതിന് മനസ്സിലാവത്തില്ലയോ? அம்மா அப்படி சொல்லாதீங்க அம்மா. இத பாருங்களேன், கேசுக்கு சித்துனா ரொம்ப உசுரு, அதே மாதிரி சித்துக்கு கேசுனாலும் ரொம்ப உசுரு. அதனால சித்துவோட பொருள் கேசு எடுத்துனா அவனுக்கு வருத்தமே ஆகாது, இல்லையா சித்து? എന്നെ ഇനി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഉസിരൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചോദിക്കാതെയും പറയാതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയാൽ ആർക്കാരും ദേഷ്യം വരൂലേ? അല്ലല്ലേ, അങ്ങനെയല്ല സംഗതി. അലയും കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ പുറത്തു പോകുമ്പോഴേ പിള്ളേരൊക്കെ ചോദിക്കും, ഇത്ര ഡ്രസ്സ് കൊള്ളാലോ, സൂപ്പർ ആണല്ലോ, അളയും തന്നാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അവനും ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇതിപ്പോ വരും. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് വണ്ടി ഓടിക്കുന്നോണ്ടായിരിക്കും അല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇതേ വന്നില്ല. വണ്ടി ഓടിക്കുന്നുണ്ടാ ഫോൺ എടുക്കാഞ്ഞത്. ഇപ്പൊ കൊണ്ടുവരും തൊപ്പി. എന്റെ തൊപ്പി എവിടാ? തൊപ്പി ഞാൻ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന തൊപ്പിയാ, അത് ഇച്ചിരി കോസ്റ്റ്ലി തൊപ്പിയാ, അതെനിക്ക് തിരിച്ച് താളിയാ. എടുത്തില്ല. തൊപ്പി അളേന്റെ തൊപ്പിയായിരുന്നാ? ഞാനത് എന്റെ തൊപ്പിയാന്ന് വിചാരിച്ചിട്ടേ ഞാൻ എടുത്ത് വെച്ചോണ്ട് പോയിട്ട് ജോഷിയൊക്കെ കണ്ടായിരുന്നേ. എന്നിട്ട് അവന്റെ വീട്ടിലും കേറിയായിരുന്നു. അപ്പൊ അവന്റെ വീട്ടില് കാണണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ചായക്കടയില്. അല്ല, ചായക്കടയിലായിരുന്നു, ചായ കുടിച്ചായിരുന്നു. അപ്പം അല്ല, അങ്ങനല്ലളിയാ, ഞാൻ ഈ സ്ഥിരം വെക്കാത്തോണ്ടേ നമ്മളിങ്ങനെ പോകുമ്പോ അവിടെ ഇവിടെയൊക്കെ നമ്മള് ചിലപ്പോ ഊരി വെച്ചിട്ട് നമ്മൾ എടുക്കാൻ മറക്കുമല്ലോ. അല്ല, തൊപ്പിയോടുണ്ട്, മാത്രല്ല പഴയ തൊപ്പിയല്ലേ, അത് പോയാലും പഴയ തൊപ്പിയാണെങ്കിൽ എനിക്ക് ഇമോഷണൽ കണക്ഷൻ തൊപ്പിയാ, എനിക്ക് വേണ്ടപ്പെട്ട തൊപ്പി. എന്തിനാണ് അത് കൊണ്ട് കളഞ്ഞേ? നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കും തൊപ്പി ഇരിക്കുന്ന. തൊപ്പി എടുക്കാൻ ഞാൻ കളഞ്ഞില്ല. സിധു, അവൻ കൊണ്ടുവന്ന് തരും. എന്റെ പൊന്നു ലച്ചു, ഇപ്പൊ വന്ന് എനിക്ക് ഇടാൻ പോലും ഡ്രസ്സില്ല ഇപ്പൊ ഇവിടെ. അല്ല, ഇവനിട്ട ഡ്രസ് കൊണ്ടുപോയ ഡ്രസ്സൊക്കെ തിരിച്ചു തന്നല്ലോ. ഇവന് തിരിച്ചു തരുന്നുണ്ടെങ്കിലും പക്ഷെ ഒരാൾ ഇട്ട ഡ്രസ്സ് ഞാൻ അങ്ങനെ ഇടാറില്ല. ആഹാ, ഇതിപ്പോ ലാഭമായല്ല. ഇപ്പൊ ഞാനിട്ട ഡ്രസ്സ് മൊത്തം എനിക്ക് തന്നെ. ഒന്ന് മറക്കി. ഞാൻ തൊപ്പി കൊണ്ട് കളഞ്ഞതാണ് ഇത്രയും വിഷയമായത്. ഞാൻ കൊണ്ട് കളഞ്ഞൊന്നുമില്ല, എവിടോ മറന്നു വെച്ചു. ഒരു സാധനം എടുത്ത് കൊണ്ടുവയ്ക്കുന്ന തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പാടില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു. അയ്യോ എക്സ്ക്യൂസ് പറയാൻ നിൽക്കല്ലേ. എവിടെയാ വെച്ചാ തൊപ്പി ഇപ്പൊ കണ്ടുപിടിച്ചോടെ കൊണ്ടുവന്നോണം കേട്ടല്ലോ, അല്ലെങ്കിൽ വിഷയം മാറും. എടാ, എവിടാ വെച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവന്റെ വീട്ടിലുണ്ട്. വിളി അവനെ വിളി. ആരെന്ന് വെച്ചാ വിളി. എന്ത്? അതെ, എന്റെ പുറകെ നമ്മുടെ ജോഷോ വണ്ടി കയറിയായിരുന്നേ. അപ്പൊ എന്റെ കയ്യിൽ തൊപ്പി ഇരിക്കണ കണ്ടപ്പോ അവന് ഭയങ്കര ആഗ്രഹം തോന്നി, എടാ വെക്കാൻ തരുമെന്നൊക്കെ ചോദിച്ചു. അവൻ തൊപ്പി എടുത്ത് വെച്ച് ബൈക്കിന്റെ പുറകെ കുറച്ചേരം ഇരുന്നായിരുന്നു. ജോഷയ്ക്ക് അങ്ങനെ കൊടുത്തപ്പോ വണ്ടി ഇരുന്ന സമയത്ത് വല്ലോ അവന്റെ തലേന്ന് പറന്നു പോയി കാണോ? അയ്യോ, കളഞ്ഞ ദൈവമേ. ഇതെന്താ? ഇതിനകത്തൊക്കെ എന്റെ ഡ്രസ്. നീ അവിടെ പോവാ? എന്റെ വീട്ടിലേക്ക് പോവാ. എന്താ അളയനിപ്പോ എന്തിനാണ് പ്രശ്നം? വേറൊരാളുടെ ഡ്രസ് അളയ ഇടൂല, അത്രല്ലുള്ളൂ. അളയ ഡ്രസ് ആ പാണ്ടക്കെട്ട് നാളെയാ ചുമ്മാ പെണങ്ങല്ലേ എന്തോന്നു. ലൈറ്റുണ്ടല്ലോ. ആ, ഓക്കെ. ഇപ്പൊ അളയന് എന്തിനാണ് പ്രശ്നം? വേറൊരാളുടെ ഡ്രസ് അളയ ഇടൂല അല്ലേ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാ. അങ്ങനാണെങ്കിൽ ഇനി വലിയ ഡ്രസ്സൊക്കെ ഞാൻ ഇടും, അളയ ഇടണ്ട. അല്ല പിന്നെ എന്റെ പുറകെ ഓടി വന്നാൽ ഞാൻ തരൂല.